ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഹെൽത്തി ടോക്ക് സീരീസിൻ്റെ ഒരു എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുക. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഡെൻ്റൽ ഹെൽത്ത്. അതായത് നമുക്ക് വേണ്ടി എന്തൊക്കെ കെയർ ചെയ്യും, സ്കിൻ കെയർ, ഹെയർ കെയർ, അത്രയും തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട വേറൊരു പാർട്ട് കൂടിയുണ്ട് നമുക്ക്, ഡെൻ്റൽ കെയർ. ഇത് നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാനോ അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ആക്കാനും മാത്രമല്ല, നമ്മുടെ ഹൈജീൻ്റെ ഒരു സിഗ്നിഫിക്കൻറ്റ് പാർട്ട് വഹിക്കുന്നത് ഈ ഡെൻ്റൽ കെയർ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ഒരു പെർഫെക്റ്റ് രീതിയിൽ അത് കെയർ ചെയ്തില്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്കത് അഫക്റ്റ് ചെയ്യും, അങ്ങനെ അഫക്റ്റ് ചെയ്താൽ അത് ഓവർകം എങ്ങനെയൊക്കെ ചെയ്യാം, ഈ ടോപ്പിക്കിനെ പറ്റിയിട്ടായിരിക്കും നമ്മളിന്ന് സംസാരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇനി എന്തുകൊണ്ടാണ് ഇത്രയും സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഡെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ഡെൻ്റൽ കെയറിന് കൊടുക്കേണ്ടതെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ഈസ് പ്രിവെൻഷൻ ഓഫ് ഡെൻ്റൽ ഡിസീസസ്. അതായത് ഒരു പരിധി വരെ നമുക്ക് കോമൺ ആയിട്ട് ഡെൻ്റൽ നമ്മുടെ ടീത്തിൽ അല്ലെങ്കിൽ ടൂത്തിൽ വരുന്ന ഡിസീസസ് ഒന്ന് കുറയ്ക്കാൻ സാധിക്കും. സച്ച് ആസ് ക്യാവിറ്റീസ്, ഗം ഡിസീസസ് ആൻഡ് ഓറൽ ഇൻഫെക്ഷൻസ്. ഈ ക്യാവിറ്റീസ് ഒക്കെ വരുന്നത് നമ്മുടെ ഇനാമൽ നമ്മുടെ ടൂത്തിലുള്ള ഇനാമൽ നഷ്ടപ്പെടുമ്പോഴാണ്. അപ്പോൾ അതിനനുസരിച്ച് പ്രിവെൻഷൻ പോലെ നമ്മൾ കെയർ കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഡെൻ്റൽ ഡിസീസസ് ഉണ്ടാവും. അപ്പോൾ അത് തടയാനാണ് നമ്മൾ ഡെൻ്റൽ കെയർ ചെയ്യുക. ദ സെക്കൻഡ് വൺ ഈസ് ഇമ്പാക്റ്റ് ഓൺ ജനറൽ ഹെൽത്ത്. അതായത് നമ്മുടെ ഓറൽ ഹെൽത്തും ജനറൽ ഹെൽത്തും തമ്മിൽ റിലേറ്റഡ് ആണ്. നമുക്ക് പല ഡിസീസസും നമ്മളുടെ ഈ ഗംസിൽ വരുന്ന ഗംസിൽ ബാക്ടീരിയ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന ഫുഡിലൂടെ നമുക്ക് ഡിസീസസ് വരാം. തേർഡ് വൺ ഈസ് ക്വാളിറ്റി ഓഫ് ലൈഫ് ആൻഡ് സെൽഫ് എസ്റ്റീം. ദാറ്റ്സ് വൺ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അതായത് നമുക്ക് എന്തെങ്കിലും നമ്മുടെ ടീത്തിൽ അല്ലെങ്കിൽ ടൂത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണ് അവിടെ നഷ്ടപ്പെടുക. നമുക്ക് ആരോടെങ്കിലും കോൺഫിഡൻ്റ് ആയിട്ട് സ്പീക്ക് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് വളരെ വലിയൊരു പ്രശ്നമാകും. അപ്പോൾ ഈ 3 ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടിട്ടാണ് നമ്മൾ ഡെൻ്റൽ കെയർ അത്രയും സിഗ്നിഫിക്കൻ്റ് ആണ് നമ്മുടെ ലൈഫിലെന്ന് പറയാൻ കഴിയും. ആൻഡ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോമൺ ഡെൻ്റൽ ഇഷ്യൂസിനെ പറ്റിയിട്ടാണ്. ഡെൻ്റൽ ഇഷ്യൂസിൽ മോസ്റ്റ് കോമൺ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് ക്യാവിറ്റീസ് ആൻഡ് ടൂത്ത് ഡീകേ. ഇതിൻ്റെ പ്രൈമറി കോസ് എന്താണെന്ന് വെച്ചാൽ പുവർ ഓറൽ ഹൈജീനാണ്. അതായത് നമ്മുടെ ടീത്തിൽ ഒരു പ്ലാക്ക് ഫോം ചെയ്യും. അതായത് ഒരു ബാക്ടീരിയ, സ്റ്റിക്കി ഫിലിം ഓഫ് ബാക്ടീരിയ ആണ് നമ്മുടെ ടീത്തിൽ. ഇത് ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ഇത് റിമൂവ് ആയില്ലെങ്കിൽ അതൊരു ആസിഡായിട്ട് ഫോം ആവുകയും അത് നമ്മുടെ ടീത്തിലുള്ള ഇനാമൽ നഷ്ടപ്പെടാനും നമ്മുടെ പല്ല് ഡീക്കേ ആവാനും ക്യാവിറ്റീസ് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കോമൺ ഇഷ്യൂ നമ്മുടെ ഡെൻ്റൽ കെയർ പ്രോപ്പർ അല്ലെങ്കിൽ. ദ നെക്സ്റ്റ് വൺ ഈസ് ഗം ഡിസീസസ്. ഗം ഡിസീസസിൻ്റെ ഒരു മെയിൻ ഫാക്ടർ പ്രോപ്പർ ബ്രഷിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. കാര്യം നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ അവശിഷ്ടങ്ങൾ നമ്മുടെ ഗംസിൻ്റെ സൈഡിൽ ഇരിക്കുമ്പോഴാണ് അവിടെ ഇൻഫെക്റ്റഡ് ആവുക. അതുമാത്രമല്ല, ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞിട്ട് അവിടെ ഒരു റെഡ്നെസ് ഫീൽ ചെയ്യും, പെയിൻ ഫീൽ ചെയ്യും. ഇതിന് കാരണം പ്രോപ്പർ ഡെൻ്റൽ കെയർ മാത്രമല്ല, സ്മോക്കിംഗ്, പുവർ ഡയറ്റ് ആൻഡ് ജനറ്റിക് ആയിട്ടുള്ള ഡിസീസസും കൂടിയാണ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഓറൽ ക്യാൻസർ. അതങ്ങനെ കോമൺ അല്ല, എന്നാലും പലർക്കും ഓറൽ ക്യാൻസർ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലിലുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സംസാരിക്കാനുള്ളത് സ്ട്രാറ്റജീസ് ഫോർ മെയിൻറ്റെയിനിങ് ഡെൻ്റൽ ഹെൽത്തിനെ പറ്റിയിട്ടാണ്. അതായത് ഇപ്പോൾ പ്രോപ്പർ ഹൈജീൻ ഉണ്ടായില്ല, എന്തെങ്കിലും ഒരു ഇഷ്യൂ നമുക്ക് വന്നു എങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ അതിനെ സ്ട്രഗിൾ ചെയ്യാം, അല്ലെങ്കിൽ അത് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം, അതാണ് നമ്മളടുത്ത് നോക്കുന്നത്. ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈസ് ഡെയിലി ഓറൽ ഹൈജീൻ. ഡെയിലി ട്വൈസ് നമ്മൾ ബ്രഷ് ചെയ്യുക, നന്നായിട്ട് ബ്രഷ് ചെയ്യുക. അത് ഓവർ ടൈമിൽ മാക്സിമം 3 minutes ബ്രഷ് ചെയ്യുക. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, ഡെയിലി ട്വൈസ്. ആൻഡ് റെഗുലർ ഡെൻ്റൽ ചെക്കപ്സ്. എന്തെങ്കിലും ഒരു ഇഷ്യൂ, ചെറിയ പെയിനോ എന്തെങ്കിലും പെട്ടെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ അപ്പം തന്നെ ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ തേടുക. കാര്യം അതിനനുസരിച്ച് ഇപ്പോൾ എന്താണോ ഇഷ്യൂ അതിനനുസരിച്ചുള്ള പേസ്റ്റ്, അതിനനുസരിച്ചിട്ടുള്ള ടൂൾസ് നമ്മൾ പിന്നെ യൂസ് ചെയ്യേണ്ടി വരും. ദെൻ തേർഡ് വൺ ഈസ് ഹെൽത്തി ഡയറ്റ്. അതായത് ഷുഗറി ഫുഡ്സ് കുറവായിട്ടുള്ള ഹെൽത്തി ഡയറ്റ്സ് നമ്മുടെ ഇപ്പോൾ ഡെൻ്റൽ കെയർ മാത്രമല്ല, മൊത്തത്തിൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാം. ദെൻ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് യൂസ് ചെയ്യാം.
പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് എന്ന് ഉദ്ദേശിച്ചത് നമുക്ക് എന്ത് വരാൻ ചാൻസ് ഉണ്ട്, എങ്ങനത്തെ ഇഷ്യൂ ആണ് നമ്മുടെ ടീത്തിൽ വരാൻ ചാൻസ് ഉള്ള അതിന് അനുസരിച്ചിട്ടുള്ള മെഷേഴ്സ് യൂസ് ചെയ്യുക, അതിൽ നിന്ന് സ്ട്രഗിൾ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ സ്ട്രാറ്റജീസ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ലൈഫിലെ ഒരു പാർട്ട് പോലെ തന്നെ ഡെൻ്റൽ കെയർ ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.